നിയമസഭയിലേക്ക് ഇത് പോവാം. അവിടെ നേരത്തെ ധനമന്ത്രി ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ, ക്ഷേമ പെൻഷൻ മുടക്കം ഇക്കാര്യമൊക്കെ സംസാരിച്ചിരുന്നു. അതിന്റെ വെബ്കാസ്റ്റിംഗ് പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിന്റെ മറുപടി പറയട്ടെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. കത്ത് ലഭിച്ച ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. സർ, 3 ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. മരിച്ച ഒരാളെ പറ്റി വസ്തുതകൾ കേസ് വന്ന കാര്യം പറയേണ്ടി വരുന്നത് കൊണ്ടാണ് സർ, നിങ്ങൾ അത് പറയിപ്പിക്കുന്നതാണ് സർ. സർ, നേരത്തെ 3 വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ചക്കട്ടപ്പാറ വില്ലേജ് ഓഫീസിൽ 2016 മണ്ണെണ്ണയുമായി ജോസഫ് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു. 2019 ജൂൺ 28-നും ജൂലൈ 29-നുമാണ് കളക്ടറേറ്റിലും വനംവകുപ്പ് ഓഫീസിലും സമാനമായ സംഭവം അരങ്ങേറിയത്. അങ്ങനെ 3 തവണ. സർ, 1.5 ഏക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത വിഷയം പറഞ്ഞു. പറമ്പിൽ നിന്ന് തേക്കുമരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യവും ഉയർത്തിയായിരുന്നു ആത്മഹത്യാ ഭീഷണികൾ. സർ, 50 സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു. അതിനാൽ രണ്ടാമതൊരു പട്ടയം അനുവദിക്കുവാൻ നിയമ തടസ്സം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സർ, ഇതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാവുക എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം. ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ, ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ UDF LDF എന്നുള്ള വ്യത്യാസമില്ലല്ലോ, മനുഷ്യന്റെ ജീവനാണല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. സർ, ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി, പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട്. സർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ്. അതായത് സാർ, അന്വേഷണം നടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ. അത് അതിനകത്ത് എഴുതിയേക്കുന്നത്. സാർ, ക്ഷേമ പെൻഷന്റെ സ്ഥിതി യാഥാർത്ഥ്യങ്ങളും എന്താണ് സാർ? സാർ, ഈ ഇന്ത്യയില് സാർവത്രികമായ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് സാർ. അത് അഗതികളും അശരണരുമായിട്ടുള്ളവർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. സാർ, ഇവിടെ ഭരണഘടനയെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ. സാർ, ഈ ഭരണഘടന വന്നിട്ട് എത്രയോ കാലമായി സാർ. ഈ ഭരണഘടന വന്നിട്ട് അതിനകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെ നിങ്ങളാരും നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ലല്ലോ. 1980-ലെ നയനാർ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് 45 രൂപ ഒരു പെൻഷൻ ആരംഭിച്ചത്. അന്ന് സാർ, ആ പെൻഷൻ ആരംഭിച്ചപ്പോ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു പെൻഷനാണ്. ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ UDFന്റെ നേതാക്കന്മാരെല്ലാം ചെയ്തത്. ഇത് രേഖകളിലുണ്ട് സാർ. ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത്. സാർ, 1980-ല് EK നായനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്ന അന്ന് 2.94 ലക്ഷം തൊഴിലാളിക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതൊന്ന് തുടങ്ങി. വലിയ എതിർപ്പ് വന്നു, ഇത് നിർത്തുമെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല. പിന്നീട് അത് അല്പം പരിഷ്കരിച്ചത് 1987-ൽ നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ്. അപ്പൊ 1987 വീണ്ടും അത് വർദ്ധിപ്പിച്ചു. അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും അന്നത്തെ UDF ശ്രമിച്ചില്ല. പിന്നീട് സാർ, ധനമന്ത്രി അല്പം മുമ്പ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു, നോട്ടീസിനുള്ള മറുപടി നൽകുകയായിരുന്നു. അതിന്റെ വെബ്കാസ്റ്റിംഗ് ആണ് കണ്ടത്. കൂടുതൽ